വെള്ളാപ്പള്ളി നടേശന് ഇതിലും വലിയൊരു തിരിച്ചടി ഇനി ലഭിക്കാനില്ല. ഈ കോടതി വിധി മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടി തിരിച്ചടിയാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. SNDPയുടെയും CPMൻ്റെയും എല്ലാം പാരമ്പര്യത്തെയാണ് വെള്ളാപ്പള്ളിയോടൊപ്പം ചേർന്ന് മറികടക്കുന്നതിന് ശ്രമിച്ചത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെയും പ്രസിഡന്റ് MN സോമൻ, വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി എന്നിവരടക്കം ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും അയോഗ്യരാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജഡ്ജി CT രവിയുടെ വിധി SNDP പ്രസ്ഥാനത്തിനും ഈഴവ സമുദായത്തിനും ഒരു പുതുയുഗ പിറവിയാണ് സമ്മാനിക്കുന്നത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ആപ്തവാക്യം കേരളം ഇന്നു കാണുന്ന മതമൈത്രിയുടെ പുണ്യഭൂമിയാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ആ മഹാനായ നവോത്ഥാന നായകൻ്റെ ആത്മാവ് സന്തോഷിക്കുന്ന വിധിയാണ്. കോട്ടയം എടുത്താൽ ചില സമുദായങ്ങളുടെ കുത്തകയാണ്, അത് ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുമ്പോട്ട് വരുമ്പോൾ അതല്ല ഞങ്ങളുണ്ടെന്ന് പറയാൻ മറിച്ച് ആരുമില്ല. അങ്ങനെ വന്ന് കോട്ടയത്തിന്റെ ആധിപത്യം ചില പ്രത്യേക ശക്തികളുടെ കയ്യിലായി. ഈ വിധി നിലനിന്നാൽ മഹാകവി M. കുമാരനാശാൻ, ഡോക്ടർ TK മാധവൻ, C. കേശവൻ, ഡോക്ടർ പൽപ്പു അടക്കം മഹാരഥന്മാർ പടുത്തുയർത്തിയ ശ്രീനാരായണീയ പ്രസ്ഥാനം അതിൻ്റെ തനിമയും തേജസ്സും വീണ്ടെടുക്കുക തന്നെ ചെയ്യും. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിനെതിരെ പരേതനായ പ്രൊഫസർ NK സാനുവും SNDP യോഗം സംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് S. ചന്ദ്രസേനനും 2024 സമർപ്പിച്ച ഹർജിയിലാണ് കമ്പനി നിയമം ലംഘിച്ചതിന് മുഴുവൻ ബോർഡ് അംഗങ്ങളെയും അയോഗ്യരാക്കിയിരിക്കുന്നത്. പാവപ്പെട്ട സമുദായാംഗങ്ങളായ സ്ത്രീകളെ മുന്നിൽ നിർത്തി കുറഞ്ഞ പലിശയ്ക്ക് ബാങ്ക് വായ്പ എടുത്ത് കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടത്തുകയും ലഭിച്ച പണം വഴിമാറ്റി ചെലവിടുകയും ചെയ്തുവെന്ന ഗുരുതരമായ ആരോപണമാണ് ഹർജിക്കാർ ഉന്നയിച്ചത്. പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷനിൽ നിന്ന് 13% പലിശയ്ക്ക് ലഭിച്ച വായ്പ SNDP യൂണിയൻ ശാഖകൾ വഴി 16% പലിശയ്ക്ക് കൊടുക്കുകയും അധികമായി ലഭിച്ച വരുമാനം ഉൾപ്പെടെ വെട്ടിച്ചുവെന്നതുമായിരുന്നു പരാതി. 2013 മുതൽ തുടർച്ചയായ 3 വർഷം വാർഷിക കണക്കുകളും റിട്ടേണുകളും സമർപ്പിക്കുന്നതിൽ ഭരണസമിതി ഗുരുതരമായ വീഴ്ച വരുത്തി എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കേസിൽ 3ാം പ്രതിയായിരുന്ന KK മഹേഷിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ സംഭവം ഉൾപ്പെടെ സംസ്ഥാനത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിവാദമായ ഒരു ഇടപാടായിരുന്നു ഈ മൈക്രോ ഫിനാൻസ്. വെള്ളാപ്പള്ളി നടേശൻ്റെ മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെയുള്ള വിദ്വേഷ പ്രസംഗം കേരളത്തിലെ മതമൈത്രിക്ക് വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരുന്നത്. മലപ്പുറം എന്ന പ്രത്യേക രാജ്യത്ത് ഭയന്ന് ജീവിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ള പിന്നോക്കക്കാർ. സ്വതന്ത്രമായി വായു ശ്വസിച്ച് മലപ്പുറത്ത് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോട്ടയം ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആധിപത്യത്തിലാണ് എന്നിങ്ങനെ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകൾ കേരളീയ സമാധാന അന്തരീക്ഷത്തെ മലിനമാക്കുന്നതായിരുന്നു. മലപ്പുറത്ത് SNDPക്ക് സ്കൂളുകളോ കോളേജുകളോ നിർമ്മിക്കാനുള്ള സർക്കാർ അനുമതിയില്ലെന്ന കടുത്ത വർഗീയ പരാമർശവും നടത്തിയിരുന്നു. സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. SNDPയുടെ തലപ്പത്തിരുന്ന് അദ്ദേഹം നടത്തുന്ന പ്രസ്താവന മതേതര പ്രസ്ഥാനമായി SNDPക്കും മതേതരവാദികളായ നേതാക്കൾക്കും വലിയ തലവേദനയായിരുന്നു. ഈ കോടതി വിധി മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടി തിരിച്ചടിയാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. മൈക്രോ ഫിനാൻസ് കേസ് നീട്ടിക്കൊണ്ടുപോകുന്നതിന് ശ്രമിക്കുകയും വിജിലൻസ് കേസിൽ ക്ലിയർ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ശ്രമിച്ചു എന്നതുൾപ്പെടെയുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വെള്ളാപ്പള്ളിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളതായിരുന്നു വിജിലൻസ് റിപ്പോർട്ട് എന്ന ആക്ഷേപവുമുണ്ടായി. ഒടുവിൽ VS അച്യുതാനന്ദൻ കോടതിയിൽ പോയതോടെയാണ് ഈ കേസ് വഴിത്തിരിവായത് എന്ന് നാം ഓർക്കണം. ഈ സമയത്തെല്ലാം വെള്ളാപ്പള്ളിയെ സർക്കാരിൻ്റെ നവോത്ഥാന നായകനായി കൊണ്ടു നടക്കുകയും യോഗം സെക്രട്ടറി എന്ന നിലയിൽ 3 പതിറ്റാണ്ട് പിന്നിട്ടതിനെ ആദരിക്കുന്ന ചടങ്ങുകളെത്തി പുകഴ്ത്തുകയും ചെയ്ത മുഖ്യമന്ത്രി SNDPയുടെയും CPMൻ്റെയും എല്ലാം പാരമ്പര്യത്തെയാണ് വെള്ളാപ്പള്ളിയോടൊപ്പം ചേർന്ന് മറികടക്കുന്നതിന് ശ്രമിച്ചത്. SNDPയെ 30 വർഷം നയിച്ച വെള്ളാപ്പള്ളി കുമാരനാശാൻ പോലും കഴിയാത്ത കാര്യമാണ് ചെയ്തത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പുകഴ്ത്തൽ. എല്ലാ ഘട്ടത്തിലും മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് നിർഭാഗ്യകരമായ ചില വിവാദങ്ങൾ ഉയർന്നു വന്നു. എന്നാൽ വെള്ളാപ്പള്ളി അറിയാവുന്നവർക്കെല്ലാം അറിയാം, അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിന് എതിരായി നിലപാട് സ്വീകരിച്ച ചരിത്രമുള്ളയാണ്. എല്ലാ കാലത്തും വിവിധ മതങ്ങളുമായി യോജിച്ചുകൊണ്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വ്യക്തിപരമായി തന്നെ നേതൃത്വം വഹിച്ച ഒരാളാണ് വെള്ളാപ്പള്ളി എന്ന് നമുക്കറിയാം.
പുറത്തേടുന്നുണ്ട് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള കുറവ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നു എന്നുള്ളത് കൊണ്ടല്ല. ഇതാണ് നാട്. എന്തിനേയും വക്രീകരിക്കാൻ നോക്കുന്ന കാലം, ഏതിനേയും തെറ്റായി ചിത്രീകരിക്കാൻ നോക്കുന്ന കാലം. നമ്മുടെ നിയോജകമണ്ഡലം നോക്കിയപ്പോൾ ആലപ്പുഴ 2 കുറഞ്ഞു. അതായത് പ്രൊഡക്ഷൻ കുറച്ച് സ്ത്രീകളും പുരുഷനും കൂടെ ചേർന്ന്, നമ്മളില്ല ഹിന്ദുക്കളല്ലേ, ബോധം കുറവല്ല, നമ്മളങ്ങോട്ട് പ്രൊഡക്ഷൻ കുറഞ്ഞപ്പോൾ ജനസംഖ്യ കുറഞ്ഞ് 2 സീറ്റ് കുറഞ്ഞു. അതേസമയം മലപ്പുറത്ത് 4 സീറ്റ് അങ്ങ് കയറി. അപ്പോൾ വാശിയായിട്ട് അവർ പ്രൊഡക്ഷൻ കയറ്റി ജനസംഖ്യ കൂട്ടി. എങ്ങനെ നടക്കുന്ന കാര്യം കൊണ്ട് പൊന്ന് പെങ്ങന്മാരെ പ്രൊഡക്ഷൻ കുറയ്ക്കല്ലേ, പണി പോക്കാം. നമ്മൾ വലിയ ആദർശം പറഞ്ഞ് വെള്ളത്തിലാകുന്ന രീതിയിലാണ് പോകുന്നത്. ഇനി എല്ലാവരായി പോകും. 1913 ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചുകൊണ്ട് ഓം സാഹോദര്യം സർവത്ര എന്ന പ്രഖ്യാപനം, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നിങ്ങനെ നാരായണ ഗുരുവിൻ്റെ എല്ലാ മാതൃകകളും ലംഘിച്ച് ഈഴവ സമുദായത്തെ വർഗീയവൽക്കരിക്കുന്നതിന് നിരന്തരം ശ്രമിക്കുന്ന മനുഷ്യനെയാണ് മുഖ്യമന്ത്രിയും ചില മന്ത്രിമാരും മഹത്വവൽക്കരിച്ചത്. മാത്രമല്ല, CPMന്റെ രാഷ്ട്രീയ അടിത്തറയുടെ ഏറ്റവും വലിയ ബലമായ ഈഴവ സമുദായത്തിലേക്ക് BJPയുടെ സ്വാധീനം ശക്തിപ്പെടുത്തുന്നതിന് ശ്രമിച്ചതും വെള്ളാപ്പള്ളി നടേശനായിരുന്നു എന്നത് ഒരു സത്യമാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചു. ഭാരത് ധർമ്മ ജനസേന എന്നാണ് പാർട്ടിയുടെ പേര്. കൂപ്പുകൈയാണ് പാർട്ടിയുടെ ചിഹ്നം. തിരുവനന്തപുരം ശംഖുമുഖത്ത് സമത്വ മുന്നേറ്റ യാത്രയുടെ സമാപന സമ്മേളനത്തിലാണ് വെള്ളാപ്പള്ളി പുതിയ പാർട്ടി പ്രഖ്യാപിച്ചത്. കുങ്കുമവും വെള്ളയും നിറങ്ങൾ ചേർന്ന പാർട്ടി പതാകയും ആദ്യമായി നമ്മളെ പാർട്ടിയുടെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ പാർട്ടിയുടെ പേര് ഭാരത് ധർമ്മ ജനസേന. ഭാരത് ധർമ്മ ജനസേന. ഭാരത് ധർമ്മ ജനസേന. BDJS. വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച SNDPയുടെ രാഷ്ട്രീയ ഘടകം എന്ന രീതിയിൽ പ്രചരിപ്പിച്ച BJDS എന്ന് BJPയുടെ ഘടകകക്ഷിയാണ്. തുഷാർ വെള്ളാപ്പള്ളി കേരളത്തിലെ NDAയുടെ കൺവീനറുമാണ്. BJPയും BJDSും സഖ്യമുണ്ടാക്കിയതോടുകൂടിയാണ് ഈഴവ സമുദായത്തിൽ കൂടുതൽ ആളുകളൊക്കെ NDAയുടെ സ്ഥാനാർത്ഥികളും BJPയുടെ സ്ഥാനാർത്ഥികളുമൊക്കെയായി രംഗത്ത് വരികയും ഈഴവ സമുദായത്തിലേക്ക് BJPക്ക് ഒരു വഴി തുറക്കാനുള്ള അവസരവുമൊക്കെ ഉണ്ടായത്. പലയിടത്തും പിന്നീട് CPMനെ ദുർബലപ്പെടുത്തുന്ന രീതിയിൽ ഈഴവ സമുദായത്തിൻ്റെ വോട്ട് ബാങ്കിനകത്തൊക്കെ വിള്ളലുണ്ടായത് തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിക്കുന്ന ആളുകൾക്കറിയാം. ഒടുവിൽ പത്മഭൂഷൺ കൊടുത്ത് BJP സർക്കാർ വെള്ളാപ്പള്ളി ആദരിച്ചത് വെറുതെയായിരുന്നില്ല. വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ കൊടുത്തതിനെതിരെ ഹർജിയും കോടതിയിലെത്തിയ സമയത്താണ് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിയെ ഒന്നായി അയോഗ്യയാക്കിയിട്ടുള്ള കോടതി വിധി വന്നിരിക്കുന്നത്. പണവും സ്വാധീനവും ഉപയോഗിച്ച് SNDPയിൽ ജനാധിപത്യം അട്ടിമറിച്ചാണ് സംഘടന കൈപ്പിടിയിലാക്കിയിരിക്കുന്നതെന്ന് കാണിച്ച് പോരാടുന്നവർക്ക് സന്തോഷം നൽകുന്നതാണ് കോടതി വിധി. ഇനിയും വെള്ളാപ്പള്ളിക്ക് പിണറായി വിജയൻ സമ്മാനിച്ച നവോത്ഥാന നായകൻ്റെ പദവി മാത്രമാണ് ഇനി നിലവിലുള്ളത്.